Hi, my dear friends. I am Dr. Sajeev Dev, ആയുർവേദിക് വെൽനസ് ഡയറ്റീഷ്യനാണ്. ഏതൊരു മലയാളിയുടെയും ഒരു ദിവസം തുടങ്ങുന്നത് ഒരു ചായ കുടിയിലൂടെയാണ്. ചിലർ പറയും നല്ല മധുരമുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചായ രാവിലെ കുടിച്ചാലേ ഒരു ഉഷാറുള്ളൂ. ശരിയല്ലേ? ചിലർ മധുരം കുറച്ച് കഴിക്കും, ചിലർ മധുരം കൂട്ടി കഴിക്കും, ചിലർ കടുപ്പത്തിൽ കുടിക്കും, ലൈറ്റ്. ഓരോരുത്തർ അവരുടെ ചോയ്സ്. നമ്മൾ കടയിലൊക്കെ ചെല്ലുമ്പോൾ പലരും ചോദിക്കണേ കേൾക്കാറുണ്ടല്ലേ, ഒരു നല്ല മധുരത്തിൽ സ്ട്രോങ് ചായ, അല്ലെങ്കിൽ ഒരു മീഡിയം ചായ, മീഡിയം മധുരം. ചിലര് ലൈറ്റ് മധുരം കൂട്ടി, അല്ലെ? മിക്കവാറും കടകളിൽ ചെല്ലുമ്പോൾ മധുരം കൂട്ടി ചായ. ചെറുപ്പക്കാർ പിള്ളേരൊക്കെ പറയും മധുരം കൂട്ടി ചായ, അല്ലെ? പക്ഷെ രാവിലെ നമ്മൾ മലയാളി തുടങ്ങുന്ന ഈ ചായ കുടിയോടൊപ്പം അവരകത്താക്കുന്നത് മാരകമായ വിഷമാണെന്നുള്ള കാര്യം അവർ ഓർക്കുന്നില്ല. നമ്മുടെ വീട്ടിലെ ഏറ്റവും പോയിസൺ ആയിട്ടുള്ള രണ്ട് വൈറ്റ് പോയിസൺസ് ആണ് പഞ്ചസാരയും ഉപ്പും. അതിന്റെ രണ്ടും ഉപയോഗം പെട്ടെന്ന് നമ്മളെ കൊണ്ട് കുറപ്പിക്കാൻ പറ്റില്ല. പഞ്ചസാര കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ വിഷമാവും. ഉപ്പ് കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ ഒന്നിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഉപ്പ് വാരി അങ്ങോട്ട് കഴിക്കും. പക്ഷെ ഇതിന് രണ്ടിനും ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിച്ചേ പറ്റൂ. ഉപ്പിന് നമുക്ക് ഓൾട്ടർനേറ്റീവിന് നമുക്ക് ആയുർവേദ ഷോപ്പിലൊക്കെ ഇന്ദുപ്പ് കിട്ടും, ഹിമാലയൻ സോൾട്ട്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ റോക്ക് സോൾട്ട് പോലെയൊക്കെ നമുക്ക് ചെറിയൊരു വ്യത്യാസമൊക്കെ വരുത്താൻ പറ്റും. പഞ്ചസാരയ്ക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് പ്രകൃതി തന്നൊരു വരദാനം അത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാരയുടെ 30 ഇരട്ടി മധുരം തരാൻ കഴിയുന്ന സ്റ്റീവിയ, മധുര തുളസി എന്ന് പറയുന്ന സ്റ്റീവിയയുടെ ഇലയാണത്. ആ സ്റ്റീവിയയുടെ ഇലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. സ്റ്റീവിയയുടെ ഇലയ്ക്ക് ഉള്ള ഗുണങ്ങളെ പറ്റി നിങ്ങൾ നെറ്റിലൊക്കെ അടിച്ചു നോക്കി അറിയാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ വെബ്സൈറ്റിലുണ്ട്. എന്റെ വെബ്സൈറ്റിൽ സ്റ്റീവിയയെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കിടക്കുന്നുണ്ട്. സ്റ്റീവിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് 0 കലോറിയാണ്. അതുകൊണ്ട് തന്നെ വെയിറ്റ് മാനേജ്മെന്റ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് വളരെ നല്ലതാണ്. ഡയബറ്റിക് ആയുള്ള പേഷ്യൻസിന് ഇത് വളരെ നല്ലതാണ്. ഡയബറ്റിക് എന്ന് പറയുന്നത് ഒരു ജീവിതശൈലി രോഗമായിട്ടാണ് നമ്മൾ പറയുന്നത്. ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്, അല്ലെ? ഈ ഡയബറ്റിക് വന്നു കഴിഞ്ഞാൽ റെസ്ട്രിക്ഷൻസ് വരാൻ തുടങ്ങും. നമുക്ക് പഞ്ചസാര കഴിക്കാൻ പറ്റില്ല, അലുവ കഴിക്കാൻ പറ്റില്ല, ലഡു കഴിക്കാൻ പറ്റില്ല, വീട്ടില് പായസം ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ല. എന്താ പറയാ, മധുരമുള്ള സാധനങ്ങളെല്ലാം നമുക്ക് നിഷിദ്ധമായി തുടങ്ങും. പക്ഷെ ഈ 0 കലോറിയുള്ള സ്റ്റീവിയ റെഗുലർ ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ മധുരം കഴിക്കുന്നതിന് കുഴപ്പമില്ല. നിങ്ങളുടെ ഷുഗർ ലെവൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്ന അവസ്ഥയിലേക്ക് വരും. അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുന്ന പോലെ തന്നെ ചീത്ത കൊളസ്ട്രോളിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നു. നമ്മുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇത് ഭയങ്കര ഡൈജസ്റ്റീവ് മെക്കാനിസം കൺട്രോൾ ചെയ്യുന്നു. നമ്മുടെ ഡൈജഷൻ കറക്റ്റ് ആവും. അതുപോലെ തന്നെ നമ്മൾ ഈ സ്റ്റീവിയയുടെ വെള്ളം കുടിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യൂറിൻ നന്നായിട്ട് പോകുന്നതായിട്ട് കാണാൻ കഴിയും. കാർഡിയാക്ക് പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് കാർഡിയാക്ക് ഇഷ്യൂസ് സോൾവ് ആവുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് വളരെ ആന്റിസെപ്റ്റിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിന്റെ ഇല എടുത്ത് പിഴിഞ്ഞിട്ട് കയ്യിലൊക്കെ പൊട്ടിയ സ്ഥലത്തൊക്കെ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഉണങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. പെട്ടെന്ന് നമ്മൾ തുളസി ഇലയൊക്കെ നമ്മൾ ചെയ്യാറില്ലേ, അതുപോലെ തന്നെ ഇത്. അപ്പൊ ആന്റിസെപ്റ്റിക്, അപ്പൊ ഒരുപാട് ഗുണങ്ങളുള്ള പ്രകൃതിയുടെ വരദാനമാണ് സ്റ്റീവിയയുടെ ലീഫ്. അതുപോലെ തന്നെ ഏതൊരു സാധനം കുറെ അധികം കാലം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സൈഡ് എഫക്ട് ഉണ്ടാക്കും എന്നാണ് നമ്മളെല്ലാവരും പറയാറ്, അല്ലെ? നമ്മളൊക്കെ എല്ലായിടത്തും പറയാറുണ്ട്. പക്ഷെ സ്റ്റീവിയ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി കഴിഞ്ഞപ്പോഴും അതിൽ നിന്ന് അറിയാൻ കഴിഞ്ഞതും തെളിഞ്ഞതും ഇത് എത്ര കാലം തുടർച്ചയായിട്ട് കഴിച്ചാലും ഇതിന് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ല എന്നതാണ്. സ്റ്റീവിയോൾ ഗ്ലൂക്കോസൈഡ് എന്ന് പറയുന്ന ഇതിന്റെ അകത്തുള്ള ഒരു സംയുക്തമാണ് ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്നത്, ബ്ലഡ് ഷുഗറിന്റെ ലെവല് കുറയ്ക്കുന്നത്. ഇനി സ്റ്റീവിയ നമുക്ക് എങ്ങനെ കഴിക്കാൻ പറ്റും? അതിന്റെ വെള്ളത്തിലാക്കി ഉണക്കി ഇല കിട്ടും, അവൈലബിൾ ആണ്. അത് നമുക്ക് വെള്ളത്തിലിട്ടിട്ട് നമുക്ക് കുടിക്കാൻ പറ്റും. അപ്പോൾ മധുരം ഉണ്ടാവും. പക്ഷെ ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതല്ല. സ്റ്റീവിയ ഇല വളരെ ഭംഗിയായി വൃത്തിയായും പ്രോസസ് ചെയ്തതിനു ശേഷം രാസപദാർത്ഥങ്ങളില്ലാത്ത കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ചായപ്പൊടിയായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സ്റ്റീവിയ ടീ പൗഡറിന്റെ പാക്കാണ്. ഞാൻ കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് സ്ഥിരമായിട്ട് ഞാൻ ഇതാണ് ഉപയോഗിക്കാറ്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു 1.5 ഗ്ലാസ് 2 ഗ്ലാസോളം ബ്ലാക്ക് ടീ ഞാൻ കുടിക്കും. രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്കും അതുപോലെ തന്നെ കഴിക്കാറുണ്ട്. വൈകിട്ട് അതുപോലെ തന്നെ രാത്രി വീട്ടിലെത്തി കഴിഞ്ഞാലും ഞാൻ സ്റ്റീവിയ ടീ സ്ഥിരമായിട്ട് കഴിക്കാറുണ്ട്. അതിന്റെ വളരെ വ്യത്യാസം, അതായത് വെയിറ്റ് എനിക്ക് വളരെയധികം കുറയുകയും അതുപോലെ തന്നെ ഡൈജഷൻ കറക്റ്റ് ആവുകയും മൂത്രം നന്നായി പോവുകയും അതുപോലെ തന്നെ എല്ലാത്തിനും വലിയൊരു വ്യത്യാസം. ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുമയും ഇതൊക്കെ വരുന്നത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അതിലും വലിയ വ്യത്യാസങ്ങൾ വരുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. ഇതിന്റെ വില 299 രൂപയാണ്. 100 ഗ്രാമിന്റെ പ്രോസസ് ചെയ്തിട്ടുള്ള ടീ പൗഡർ, അതായത് സ്റ്റീവിയ ടീ പൗഡർ ആണ് ഇതിൽ. ഇത് ശരിക്കും നമ്മൾ ചായ ഉപയോഗിക്കുന്നവർ തന്നെ നിങ്ങൾക്ക് കട്ടൻ ചായ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പാൽ ചായ ആയിട്ട് ഉപയോഗിക്കാം. യാതൊരു ടേസ്റ്റിനും വ്യത്യാസമില്ലാണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും.
പക്ഷെ ഒരു കാര്യമുള്ളൂ, സ്റ്റീവിയ ലീഫോ സ്റ്റീവിയ ടീ കുടിച്ചു എന്ന് കരുതി ജീവിതശൈലിയിൽ നിങ്ങൾ കൺട്രോൾ പാലിക്കണം. അതെ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് 8 മണിക്ക് മുമ്പെങ്കിലും കഴിച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മണിക്ക് നിങ്ങൾ ഉച്ചയ്ക്കുള്ള ലഞ്ച് കഴിച്ചിരിക്കണം. ആ ലഞ്ച് കഴിക്കുമ്പോൾ ചോറ് വേണമെങ്കിൽ ആയിക്കോട്ടെ, പക്ഷെ അത് കുറച്ചിട്ട് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ കൂടുതൽ കഴിക്കുക. വൈകിട്ട് 8 മണിക്ക് മുമ്പായിട്ട് ഡിന്നർ നിങ്ങൾ കഴിച്ചിരിക്കണം. പക്ഷെ ഡോക്ടേഴ്സ് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത്, ഒരു വെൽനസ് ഡയറ്റീഷ്യൻസ് എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആ പീരിയഡ് ഓഫ് ഫുഡ് എടുക്കുന്ന ഇൻടേക്ക് എടുക്കുന്ന ടൈം കൂട്ടുക, ക്വാണ്ടിറ്റി കുറയ്ക്കുക. അതായത് 8 മണിക്ക് കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് 8 മണിക്ക് ഇപ്പോൾ ഒരു 3 ഇഡ്ഡലിയാണ് കഴിക്കുകയെങ്കിൽ നിങ്ങൾ 2 ഇഡ്ഡലി കഴിക്കുക. വേണമെങ്കിൽ ആ 1 ഇഡ്ഡലി നിങ്ങൾക്ക് ഒരു 10-10:30 കഴിക്കാം. ഇനി അതല്ല, നിങ്ങൾ അത് കഴിച്ചതിന് ശേഷമാണെങ്കിൽ ബാഗിൽ 2-3 നട്ട്സോ അല്ലെങ്കിൽ ബദാമോ ഡേറ്റ്സോ കയ്യിലുണ്ടെങ്കിൽ അത് എടുത്തിട്ട് നമുക്ക് കഴിക്കാം. അല്ലെങ്കിൽ ആരോറൂട്ടിന്റെ ബിസ്ക്കറ്റ് എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ, മധുരമുള്ള ബിസ്ക്കറ്റുകൾ അധികം കൂടുതൽ കഴിക്കരുത്. അപ്പോൾ നമുക്ക് ആ ഒരു 2 മണിക്കൂർ കൂടുമ്പോൾ എന്തെങ്കിലും നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. നന്നായിട്ട് വെള്ളം കുടിക്കുകയും ചെയ്യുക. അതുപോലെ എല്ലാ ദിവസവും രാവിലെ എണീറ്റതിന് ശേഷം തലേ ദിവസം തിളപ്പിച്ച വെള്ളം ആറ്റാൻ വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഒരു തുളസിയുടെ ഇല ഇട്ട് വെച്ചാൽ വളരെ നല്ലത്. അത് നമ്മൾ എണീറ്റതിന് ശേഷം പല്ലുപോലും തേക്കുന്നതിന് മുമ്പാണെങ്കിൽ പോലും ഇരുന്നതിന് ശേഷം, നിന്നിട്ട് കുടിക്കരുത്, ഇരുന്നതിന് ശേഷം പതുക്കെ കുറേശ്ശെ വെള്ളം നമ്മൾ എടുത്തൊന്ന് കുടിക്കുക. അപ്പൊ നമ്മുടെ ചെറുകുടല് വൻകുടലിലെല്ലാം നമ്മുടെ വെള്ളം എത്തും. വെള്ളം എത്തിയതിനു ശേഷം പോയി പ്രാഥമിക പരിപാടികളൊക്കെ ചെയ്തതിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷം അപ്പോൾ നമ്മൾ ആ ഒരു ബ്ലാക്ക് ടീ 1.5 ഗ്ലാസ് ബ്ലാക്ക് ടീ ഉണ്ടാവും. ആ മറ്റേ സ്റ്റീവിയ ടീ ഭംഗിയായിട്ട് നമ്മൾ കുടിക്കുക. ഇതൊരു പ്രാക്ടീസ് ആക്കുക. പ്രാക്ടീസ് ആക്കി നിങ്ങൾ തുടക്കത്തിൽ ഇത് കഴിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ബ്ലഡ് ഷുഗറും ചെക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ 2 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ഫുഡ് കഴിഞ്ഞതിന് ശേഷം മാത്രം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളിലുള്ള വ്യത്യാസം എന്താണ് അല്ലെ. നിങ്ങൾ അതൊന്ന് ശീലമാക്കുക. ഒറ്റ കാര്യമുള്ളൂ, ഇത് നമ്മൾ ഡയബറ്റിക് വന്ന ആളുകളുടെ, ഡയബറ്റിക് എന്ന് പറയുന്നത് എന്താ, ജീവിതശൈലിയുടെ ഒരു ജീവിതശൈലി രോഗമായിട്ടാണ് കാണുന്നത്. ഒരു അവസ്ഥയാണത്. ഇത് പക്ഷെ ചെറുപ്പക്കാരിലേക്ക് വളരെ ബുദ്ധിമുട്ട് വരുത്തുന്ന, വരും തലമുറ വളരെ അവർ ഫുഡിനെ പറ്റി ജങ്ക് ഫുഡുകൾ കഴിക്കുന്നു, ഓയിൽ കഴിക്കുന്നു, ഒന്നും ശ്രദ്ധിക്കാത്ത ചോദ്യം പോലത്തെ ഭക്ഷണം കഴിക്കുന്ന, മധുരം വാരിക്കോരി കഴിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് ഡയബറ്റിക് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. നമ്മുടെ കുട്ടികളെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഫുഡ് നിങ്ങൾ ഇനി അങ്ങോട്ട് ഭാവിയിലേക്ക് വരുമ്പോൾ പതുക്കെ എന്താ പറയുക, ഈ മധുരത്തിന്റെ ഉപയോഗം കുറയ്ക്കണം, ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കണം. ഇനി കുറച്ച് കഴിയുമ്പോൾ നിങ്ങളും സ്റ്റീവിയ ടീ കുറേശ്ശെ പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ വീട്ടിൽ പഞ്ചസാര മേടിക്കുന്ന അളവ് ഒന്ന് പതുക്കെ കുറയ്ക്കുക. പഞ്ചസാര മേടിക്കുന്ന അളവ് കുറച്ച് കഴിയുമ്പോൾ മാക്സിമം ഇല്ലാണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ആരോഗ്യമുള്ള ഡയബറ്റിക് അല്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ നമുക്ക് പറ്റട്ടെ. സ്റ്റീവിയ ടീ നിങ്ങൾ ശീലമാക്കുക. സ്റ്റീവിയ ടീയുടെ ഗുണങ്ങൾ വളരെ വലുതാണ്. ചെറിയൊരു പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വലിയൊരു ആരോഗ്യമാണ്. ഇടയ്ക്കൊക്കെ മധുരം കഴിക്കാൻ പറ്റുന്ന, ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് ഐസ്ക്രീം കഴിക്കാൻ പറ്റുന്ന, ഇടയ്ക്കൊക്കെ ലഡും ജിലേബിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ മാറ്റാനായിട്ട് ഈ സ്റ്റീവിയ ടീക്ക് പറ്റുമെങ്കിൽ നിങ്ങളും ഒന്ന് നിങ്ങൾ നോക്കൂ. നമ്മൾ മറ്റുള്ളവർക്ക് വന്നിരിക്കും, നമ്മുടെ കൂട്ടുകാരെയും നമ്മളെ കൂട്ടത്തിലുള്ള ഡയബറ്റിക് ആയിട്ടുള്ള ബുദ്ധിമുട്ടുന്ന ആളുകളെയും ഡയബറ്റിക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കെല്ലാം ഈ ടീ ഒരു ശീലമാക്കാം. ഈ ടീയുടെ ഗുണം നിങ്ങൾ അനുഭവിക്കൂ, പർച്ചേസ് ചെയ്യൂ. താങ്ക് യു വെരി മച്ച്.